വെൽക്കം ടു ബ്രൈറ്റ് മൈൻഡ്സ് ഹബ്. അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ ഇപ്പം സംസാരിക്കുന്നത്. അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഭാഗമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ കമ്പനി ബോർഡിൻ്റെ എക്സാമൊക്കെ അനൗൺസ് ചെയ്തല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ ചെറിയ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ കറണ്ട് അഫേഴ്സ് ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2025 ജനുവരി മുതലുള്ള കറണ്ട് അഫേഴ്സ് ക്ലാസ്സാണ് നമ്മൾ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു സ്ലൈഡിലൂടെ പെട്ടെന്നൊന്ന് കടന്നു പോകാം. ഓക്കെ, നമ്മൾ കറണ്ട് അഫേഴ്സ് ജനുവരി 2025 മുതലുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിപ്പബ്ലിക് ദിനമാണ്. ജനുവരി 26, 2025 നമുക്ക് റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ആയിരുന്നു? 76ാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ ആചരിച്ചത് അല്ലേ. അതിൻ്റെ ഒരു പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 76ാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മൾ 2025 ജനുവരി 26 ആഘോഷിച്ചത്. പക്ഷേ ഒരു പ്രത്യേകതയുണ്ടതിന്. അത് 76ാമത് റിപ്പബ്ലിക് ദിനമാണെങ്കിലും വാർഷികം എത്രാമത്തെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് 75ാമതാണ്. ഓക്കെ, ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കത് ചിലപ്പോൾ ഒന്ന് മാറിപ്പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പോൾ 2025 ജനുവരി 26 നമ്മുടെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ്. പക്ഷേ അത് 75ാം വാർഷികമായിരുന്നു അന്നേരം. ഓക്കെ, അതിൻ്റെ വേദി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കർത്തവ്യപഥ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പം 2025 ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച സമയത്ത് എവിടെയായിരുന്നു വേദി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കർത്തവ്യപഥ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കാം. അതിനുശേഷം 2025 തീം, അതായത് നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ തീം എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. തീം എന്ന് പറയുന്നതാണ് സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. ഓക്കെ, അതായിരുന്നു നമ്മുടെ 2025. അത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചേ പറ്റുള്ളൂ. സ്വർണിം ഭാരത് വിരസത് ഓർ വികാസ്. അപ്പം ഞാനത് ഒന്നും കൂടി ചെറിയൊരു നോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. 75ാം വാർഷികമാണ്, 76ാമത് റിപ്പബ്ലിക് ദിനമാണ്. അതൊന്നും കൂടി ഒന്ന് തറവാവാൻ വേണ്ടിയിട്ട് കൊടുത്താണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് 76ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ മുഖ്യ അതിഥി ആരായിരുന്നു എന്നുള്ളത്. എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ഓരോ റിപ്പബ്ലിക് ദിനത്തിലും മറ്റ് ചില രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരും, അവിടുത്തെ പ്രസിഡൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ വരാറുണ്ട്. അപ്പം ഇത്തവണ വന്നത് ഇന്തോനേഷ്യയുടെ പ്രസിഡൻ്റായിട്ടുള്ള പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. അത് ഓർത്ത് വയ്ക്കാനായിട്ട് ഒരു കോഡ് പോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രബോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ വലിയൊരാളെയല്ലേ പ്രഭു എന്ന്, രാജാവ് പോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് പറയും? പ്രഭു എന്ന് പറയാറുണ്ടല്ലോ പണ്ട് ഉള്ള കഥകളിലും കാര്യങ്ങളിലൊക്കെ. അത് വെച്ചിട്ട് ആലോചിക്കുക. ഇന്തോനേഷ്യയുടെ പ്രസിഡൻറ്റ് പ്രബോവോ സുബിയാന്തോ ആണ് 76ാമത് റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായിട്ട് വന്നത്. പിന്നെ നമ്മൾ റിപ്പബ്ലിക് ദിനത്തിനാണല്ലേ ഈ പത്മ പുരസ്കാരങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ പത്മ പുരസ്കാരങ്ങളിലെ ഏറ്റവും പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്നൊരു പുരസ്കാരം തന്നെയാണ് പത്മവിഭൂഷൺ എന്ന് പറയുന്നത്. പത്മവിഭൂഷൺ ലഭിച്ച എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പറയാം 7 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് എപ്പോഴും ഓർക്കാൻ വളരെയധികം എളുപ്പമുള്ള ഒരാളാണ് MT വാസുദേവൻ നായർ. നമുക്കറിയാലോ, MT വാസുദേവൻ നായർ വളരെയധികം നമ്മുടെ സാഹിത്യത്തിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും വളരെയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. MT വാസുദേവൻ നായർക്ക് പത്മവിഭൂഷൺ 2025 കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരിചയമില്ലാത്തവർ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എന്ന് ഓർത്ത് വയ്ക്കുക. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയെന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടാമത്തെ ആളാണ് ഒസാമു സുസുക്കി. ഇവിടെ കാണുന്നുണ്ടോ സുസുക്കി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കമ്പനി ഓർമ്മ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഒരു ആൾ തന്നെയാണ്. അപ്പം വാണിജ്യം, വ്യവസായം എന്ന വകുപ്പുകളിൽ ആണ് ഈ ഒരു അദ്ദേഹത്തിന് നമുക്ക് പത്മവിഭൂഷൺ കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, ഒസാമു സുസുക്കി. അപ്പം നമ്മൾ ഓരോ പേര് പഠിച്ചു വരുമ്പോഴും ആദ്യം പറഞ്ഞ ആളുടെ പേരും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി. ഓക്കെ, MT വാസുദേവൻ നായർ, ഒസാമു സുസുക്കി. അതാണ് രണ്ടാമത്തെ ആൾക്ക്. എന്തിനായിരുന്നു? വാണിജ്യം, വ്യവസായം. കാരണം അദ്ദേഹം ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ഒരാളായിരുന്നു. ഓക്കെ, അതാണ് അത്. മാത്രമല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്ന് പറയുന്നത് MT വാസുദേവൻ നായരും അതുപോലെ തന്നെ ഒസാമു സുസുക്കിയും
കിട്ടിയത് മരണാനന്തര ബഹുമതിയായിട്ടാണ് കിട്ടിയത്. അവർ രണ്ടുപേരും മരിച്ചുപോയി. എപ്പോഴാണ് മരിച്ചുപോയത്? 2024 ഡിസംബർ 25 രണ്ടുപേരും മരിച്ചത്. നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കാം, 2024 ഡിസംബർ 25 എം ടി വാസുദേവൻ നായർ മരിച്ചു എന്ന് പറയുന്നൊരു വാർത്ത. ഒരു ക്രിസ്മസ് ദിനത്തിനായിരുന്നു അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ രണ്ടുപേർക്കും മരണാനന്തര ബഹുമതിയായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ്? രണ്ടുപേരുടെ പേരെന്തൊക്കെയാണ്? എം ടി വാസുദേവൻ നായരും ഒസാമു സുസുക്കിയും. അതുപോലെ അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, അടുത്ത ആളാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാരദ സിൻഹ എന്ന് പറയുന്ന ആൾ നമ്മുടെ ബീഹാറിലുള്ള ഒരു വ്യക്തിയാണ്. ബീഹാറിൽ അദ്ദേഹം ഒരു നാടോടി ഗായികയാണെന്ന് പറയാം. വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു നാടോടി ഗായിക തന്നെയാണ്. നമുക്ക് കേരളത്തിൽ KS ചിത്ര പോലെ വളരെയധികം പ്രശസ്തി നേടിയിട്ടുള്ള ഒരു ഗായിക തന്നെയാണ് ശാരദ സിൻഹ. അപ്പം ആർട്സ് വിഭാഗത്തിലാണ് അദ്ദേഹത്തിനും കിട്ടുന്നത്. മരിക്കുന്ന ദിവസം ഞാനവിടെ കൊടുത്തിട്ടുണ്ട്, 2024 നവംബർ 5 മരിച്ചു. അപ്പം ശാരദ സിൻഹ മാഡത്തിനും എന്ത് തന്നെയായിരുന്നു? ഒരു മരണാനന്തര ബഹുമതി പോലെയായിരുന്നു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നാലാമത്തെ ആളെന്ന് പറയുന്നത് കുമുദിനി രജനീകാന്ത് ലാഖിയ. ഓക്കെ, അപ്പം കുമുദിനി രജനീകാന്ത് ലാഖിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നാലാമത്തെ ആളെന്ന് പറയുന്നത്. ആർട്സ് വിഭാഗത്തിൽ തന്നെയാണ്. അദ്ദേഹം ഒരു കഥക് നർത്തകിയായിരുന്നു. കഥക് നർത്തകി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ 4 പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്കൊന്നും കൂടി ബാക്കിലോട്ട് പോയിട്ട് അതൊന്നും കൂടി വായിച്ചു നോക്കാം. ഒന്നാമത്തെ ആളായിരുന്നു MT വാസുദേവൻ നായർ, അതുപോലെ ഒസാമു സുസുക്കി, പിന്നെ ശാരദ സിൻഹ, അതുപോലെ കുമുദിനി രജനീകാന്ത് ലാഖിയ. ആ ഒരു മുഴുവൻ പേരും ഓർത്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ കൂടി അതിനകത്ത് ആ ഒരു രജനീകാന്ത് എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മുടെ തമിഴ്നാട്ടിലെ നമ്മുടെ രജനീകാന്തിനെ ആലോചിച്ചിട്ട് ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് വളരെയധികം നന്നായിരിക്കും. നമ്മൾ 4 പേരുടെ പേര് പറഞ്ഞു. ഓരോ തവണയും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് റിപ്പീറ്റ് ഓരോ ആൾക്കാരുടെ പേര് പഠിക്കുന്ന സമയത്ത് ഇത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആരൊക്കെയായിരുന്നു നമുക്കൊന്ന് കാണാതെ പറഞ്ഞു നോക്കാം അല്ലേ? ആരൊക്കെയായിരുന്നു? നിങ്ങൾ ജസ്റ്റ് ഇത് നോക്കാതെ, സ്ലൈഡ് നോക്കാതെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. അല്ലെങ്കിൽ നോട്ട്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നോക്കാതെ തന്നെ പറഞ്ഞു നോക്കുക. MT വാസുദേവൻ നായർ, അതുപോലെ തന്നെ നമ്മുടെ ഒസാമു സുസുക്കി, ശാരദ സിൻഹ, അതുപോലെ തന്നെ കുമുദിനി രജനീകാന്ത്. കുമുദിനി ഓർത്തില്ലെങ്കിലും രജനീകാന്തെങ്കിലും ഓർക്കുക. അതുപോലെ തന്നെ എടുത്ത് 5-മത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുവൂർ നാഗേശ്വര റെഡ്ഡി. ചിലപ്പോൾ പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അദ്ദേഹം എന്ന് പറയുന്നത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗസ്റ്റ് എൻട്രോളജിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹമാണ്. ഓക്കെ, അപ്പം ദുവൂർ നാഗേശ്വര റെഡ്ഡി. അപ്പം 5 പേരുടെ പേരുകളായി, മൊത്തം 7 പേരാണ്. അപ്പം ദുവൂർ നാഗേശ്വര റെഡ്ഡിയാണ്. അദ്ദേഹത്തിൻ്റെ പടം ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരുടെ പടം കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുഖം ഓർത്ത് വെച്ചിട്ട് ഇദ്ദേഹം ദുവൂർ നാഗേശ്വര റെഡ്ഡിയാണ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മുൻപത്തെ ആളുടെ ഫോട്ടോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്ത് വയ്ക്കാനായിട്ട് പിക്ക് ഓർത്ത് വയ്ക്കണമെന്നില്ല. നമ്മൾ രജനീകാന്ത് എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇത് ഒരു ഒരു വളരെ പ്രസിദ്ധയായിട്ടുള്ളൊരു ഗായികയാണ്. ശാരദ എന്നാണ് പേര്. അത് ഓർത്ത് വയ്ക്കുക. ശാരദ എന്ന് പറയുന്നൊരു മലയാളം പേര് തന്നെയാണല്ലേ. ശാരദ സിൻഹയല്ല, ശാരദ എന്ന് പറയുന്നൊരു മലയാളം പേരാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പം ഇതുവരെ പറഞ്ഞ ആൾക്കാരെ നമുക്കൊന്നും കൂടി റിപ്പീറ്റ് അടിക്കാം. MT വാസുദേവൻ നായരുണ്ട്, അതുപോലെ ഒസാമു സുസുക്കിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ശാരദ സിൻഹയുണ്ട്, അതുപോലെ തന്നെ ആരാണുള്ളത്? കുമുദിനി രജനീകാന്ത് ലാഖിയുണ്ട്, പിന്നെ ദുവൂർ നാഗേശ്വര റെഡ്ഡി. ദുവൂർ നാഗേശ്വര റെഡ്ഡി എന്ന് പറയുന്നത് ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗസ്റ്റ് എൻട്രോളജിയുടെ സ്ഥാപകൻ ആണ്. അദ്ദേഹത്തിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, വീണ്ടും നോക്കുക. പിന്നെ അടുത്ത ആളാണ് ജഗദീഷ് സിംഗ് കേഹർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് പബ്ലിക് അഫയേഴ്സിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ജഗദീഷ് സിംഗ് കേഹർ എന്ന് പറയുന്ന വ്യക്തിക്ക് പബ്ലിക് അഫയേഴ്സിലാണ് കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു കോഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാം. നമ്മുടെ മലയാളത്തിലെ ഒരു ആക്ടർ ഉണ്ടല്ലോ, ജഗദീഷ് സാർ. അപ്പം അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രൊഫസറും കാര്യങ്ങളൊക്കെയാണ്, MCOM ഫസ്റ്റ് റാങ്ക് ഹോൾഡറൊക്കെയാണ് അദ്ദേഹം. അപ്പം വളരെ റെസ്പെക്റ്റ്ഫുള്ളി നമുക്ക് അദ്ദേഹത്തിൻ്റെ സാറെന്ന് വിളിച്ചുകൊണ്ട് പറയാം. ജഗദീഷ് സാറിനെ പോലെ തന്നെ ആ ഒരു പേര് വെച്ചിട്ട് നമുക്ക് ഇദ്ദേഹം വളരെ പ്രശസ്തനായ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്, മുൻകാലത്തുണ്ടായിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ജഗദീഷ് സിംഗ് കേഹർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ പറ്റി ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ജഗദീഷ് സർ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിനെ പറ്റി ആലോചിക്കുക. ഓക്കെ, അതുപോലെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം എന്ന് പറയുന്നത് ആണ് നമ്മുടെ 7-മത്തെ വ്യക്തി. അപ്പം നമ്മുടെ ആ ഒരു
ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. അപ്പം എല്ലാത്തിനും ഓരോ കണക്റ്റിംഗ് ലിങ്ക്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. നമുക്ക് അപ്പം റിപ്പീറ്റ് അടിച്ച് പറയുമ്പോൾ നമുക്കത് കിട്ടിക്കോളും. അപ്പോൾ ഒന്നാമത്തെ ആരായിരുന്നു? വളരെ എളുപ്പമാണല്ലേ. നമുക്കറിയാവുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ സാഹിത്യരംഗത്തിലും വിദ്യാഭ്യാസ രംഗത്തിലും ഒത്തിരി അധികം കോൺട്രിബ്യൂഷൻസ് തന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന വ്യക്തി. മരണാനന്തര ബഹുമതിയായിട്ട് അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ ഒസാമു സുസുക്കി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. സുസുക്കി കമ്പനിയുമായി വളരെയധികം ബന്ധമുള്ള ആളാണ് അദ്ദേഹം. വാണിജ്യം, വ്യവസായം എന്നീ മേഖലകളിൽ മരണാനന്തര ബഹുമതിയായിട്ടാണ് അദ്ദേഹത്തിന് ഇത് കിട്ടുന്നത്. മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ശാരദാ സിൻഹയാണ്. ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള നാടോടി ഗായികയാണ് ബീഹാറിൽ. അപ്പം ആ വ്യക്തിയാണ് മൂന്നാമത്തത്. നാലാമത്തെന്ന് പറഞ്ഞാൽ കുമുദിനി രജനീകാന്ത് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കണക്ട് ചെയ്യാം. അതുപോലെ ദുവൂർ നാഗേശ്വര റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്തത്. അതുപോലെ തന്നെ ജഗദീഷ് സിംഗ് കേഹർ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്തത്. അപ്പോൾ നമ്മുടെ ജഗദീഷ് ആക്ടർ സാർ, ആ ഒരു സാറിനെ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അതുപോലെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യമാണ് ഏഴാമത്തെ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം നമ്മൾ ധൃതി പിടിച്ച് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും കുറച്ച് ഫാക്റ്റാണെങ്കിൽ കൂടിയും തറവായിട്ട് പഠിക്കുന്നതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നമ്മൾ മറന്നു പോകുന്ന ഒരു ഫാക്റ്റാണ് PSCയുടെ പല കാര്യങ്ങളും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്ര വട്ടം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു എന്നുള്ളതാണ്, എത്ര വട്ടം റിവിഷൻ നമ്മൾ ചെയ്തു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ്. ഏറ്റവും കൂടുതൽ ഫാക്റ്റുകൾ നമ്മളൊന്ന് വായിച്ചിട്ട് കാര്യമില്ല, അത് ഏറ്റവും കൂടുതൽ തവണ നമ്മൾ എന്ത് ചെയ്യണം, റിവിഷൻ നടത്താനുള്ള ഒരു സമയവും റിവിഷൻ നടത്താനുള്ള ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻസ് ഇടുന്ന ആൾക്കാർ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ഇടാം. അതുപോലെ തന്നെ ഈ പറഞ്ഞ 7 പേരുടെ പേരുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അപ്പോൾ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൂടുതലും അത് പഠിക്കുകയാണ്. ഓക്കെ, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് കമ്പനി ബോർഡ് എക്സാം ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ ക്ലാസ്സുകൾ തുടരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.